ബന്ദിപ്പൂരിലെത്തിച്ച തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞത് ഹൃദയാഘാതത്തെ തുടർന്നെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആനയുടെ ശരീരത്തിൽ വ്രണവും പഴുപ്പും ഉണ്ടായിരുന്നെന്ന് വെറ്റിനറി സർജൻ പറഞ്ഞു. വനംവകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതോടെ മാനന്തവാടിയിലെ ആനദൌത്യം വൻ വിവാദമായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് വൻ പരാതി പ്രവാഹവുമുണ്ടായി. തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നെന്നും ശരീരത്തിലെ പഴുത്ത നിലയിലുള്ള മുഴയിൽ നിന്നും ഏകദേശം 1 ലിറ്ററോളം ചലം പുറത്തെടുത്തതായും പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസ് പ്രതികരിച്ചു. വെളിയിൽ നിന്ന് പെട്ടെന്ന് കാണുന്നത് ആ ഒരു തൊടലുള്ള ഒരു മുറിവുണ്ടായിരുന്നു. അതിന്റെ അകത്തെന്ന് പറയുമ്പോൾ ഏകദേശം 40 സെന്റിമീറ്ററോളം വ്യാപ്തിയുണ്ട്. അത് തുറക്കുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് നല്ലതായിട്ട് മൾട്ടിപ്പിൾ പോക്കറ്റ്സ് ഉണ്ട്. ഏകദേശം നമുക്ക് 1 ലിറ്ററോളം അതിനകത്തുനിന്ന് ചലം വെള്ളിലേക്ക് വന്നിട്ടുണ്ട്. അത് സിസ്റ്റത്തിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട്. മേജർ ആയിട്ടുള്ള വേറെ ലീഷൻ കണ്ടത് നമുക്ക് ലങ്സിലാണ്. TB നോഡ്യൂൾസ് ഉണ്ട്. അതിപ്പം അതിന്റെ സാമ്പിൾസും ബാക്കിയുള്ള കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഈ പർസിന്റെ സാമ്പിൾസും കളക്ട് ചെയ്തിട്ടുണ്ട്. 15 മണിക്കൂറോളം മതിയായ വെള്ളം കിട്ടാതെ നിന്ന ആനയ്ക്ക് മയക്കുവെടി വെച്ചതിനു ശേഷവും വെള്ളം നൽകിയില്ല. മയക്കുവെടി കൊണ്ടാൽ കൂടുതൽ നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഹൃദയാഘാതത്തിന് കാരണമാകുമെന്നും വിദഗ്ധർ പറയുന്നു. എന്നാൽ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഉന്നതതല സമിതി അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു 5 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് മനഃപൂർവ്വമാണെങ്കിൽ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ ഭാവിയിലെ പ്രവർത്തനത്തിന് മാർഗദർശനം നൽകാനുള്ള സഹായമായ വിധത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. 7 മണിക്കൂറായിട്ടും ഒന്നുമായില്ല എന്ന നിലക്കാണ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് ജനങ്ങളിൽ അക്ഷമ, മാധ്യമപ്രവർത്തകരിലും അക്ഷമ എന്ന് വിചാരിച്ച് നടപടിക്രമങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടിയതിൽ ശാസ്ത്രീയ രീതികൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കർണാടക വനം വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയതായും കർണാടകയിലെ വന്യജീവി സംരക്ഷകനും യുണൈറ്റഡ് കൺസർവേഷൻ മൂവ്മെന്റ് പ്രസിഡന്റുമായ ജോസഫ് ഹൂവർ പ്രതികരിച്ചു. Whatever capture operations are underway now, it has to be stopped until there is a guarantee that our elephants are going to be safe. We do not have the infrastructure, the logistics. We do not have the medical infrastructure to take care of such emergencies. This poor animal probably could not take the shock, the trauma, or the excessive tranquilizers, sedatives that was used. We appeal to our forest minister, Mr. Ishwar Kandre. This is very, very disappointing. We cannot afford to lose elephants for the sake of these kind of shoddy operations. Kerala Vision News, Wayanad.